അവള് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇസ, ഇനിയും അധികം വൈകാതെ അയാളും ഇതറിയും. അറിയണം, അയാളിത് അറിയണം. അതാ വേണ്ടിയത്. പക്ഷേ അത് അവള് പറഞ്ഞിട്ട് വേണ്ട. ആ സന്തോഷം ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല. അയാൾ വന്ന് കയറുമ്പോഴേ അത് ഞാൻ തന്നെ പറയും. ആ നിമിഷമായി എനിക്ക് നേരിൽ കാണേണ്ടത്. ഏനോ അമരത്ത് പടിയിറങ്ങി നീ വരുന്ന ആ നിമിഷം, പിഴച്ച സന്തതിയെ പുറത്താക്കിയ പാരമ്പര്യത്തിന്റെ തുടർച്ച. പക്ഷേ ഈസ, നമ്മൾ കാണുന്ന പോലെ ഒന്നും ഉണ്ടായില്ലെന്നും വരും. അമരത്തെ പേരിന് ചേരാത്ത ഒന്നും പപ്പയും മോളും ചെയ്യത്തില്ല. എന്നേച്ചും അയാൾ എൻ്റെ മുന്നിൽ വന്ന് പെട്ട ചോരയുടെ കണക്ക് ഞാൻ പറയിക്കും അയാളെ കൊണ്ട്. ബട്ട് ഈസ, അതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന്. പിന്നെ ഇതറിഞ്ഞു കഴിഞ്ഞും അയാൾ ജീവിച്ചിരിക്കണമെന്നാണ് നീ പറയുന്നത്? അല്ല, നേരത്തെ ഹൃദ്രോഗമുള്ള ഒരാൾക്ക് ആരെയും സംശയിപ്പിക്കാതെ മരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അയാളെപ്പോലെ ഒരു അമരത്തുകാരന് അതിലും സുന്ദരമായ ഒരു മരണം സ്വപ്നം കാണാൻ പോലും കിട്ടില്ല. ആൻറ്റി, ആൻറ്റി കഴിച്ചേ? കാപ്പി എടുക്കട്ടെ? എന്താ? എന്തിനാ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ? ആൻറ്റി, ഇത് ഞാനാ ലോറ. ലോറ? എനിക്ക് എന്തുവാ? ഞാൻ എന്തിനാ ലോറ? ആൻറ്റി ഉറങ്ങിപ്പോയതാ. ഉറക്കം മാറുമ്പോൾ എക്കെയും ശരിയാവും. ഗുളിക കഴിച്ചേൻ്റെയാ. ഗുളികയോ? ആ, രാത്രി. അതാരാ എനിക്ക് തന്നേ? എനിക്ക് ഉറക്ക ഗുളിക തന്നേ ആരാ? ലോറ, ഇലക്ട്രിയാന്നോ? അല്ല, ഡോക്ടർ അങ്കിൾ വന്നേ മരുന്ന് തന്നേ ഒന്നും ആൻറ്റിക്ക് ഓർമ്മയില്ലയോ? എന്നുവെച്ചും ഇലക്ട്ര അവളെവിടെ പോയി? പോയേക്കുവാ പീറ്ററിച്ചാൻ്റെ കൂടെ എഡ്വിനെ കൂട്ടാൻ. 3-4 മണിക്കൂർ മതി, അവരിങ്ങ് വരും. എന്താ ലോറ, നീ എന്തോ പറഞ്ഞേ? പീറ്ററിന്റെ കൂടെ ഇലക്ട്രയും പോയേക്കുന്നോ? ആന്നു, ഇച്ചായൻ പറഞ്ഞാ വരണ്ടാന്ന്. പക്ഷേ ഇലക്ട്ര. ലോറ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതുണ്ടാവരുതെന്ന്. കർത്താവേ, മരിച്ചെടുത്തില്ലേ ഇപ്പൊ അതിനു മുമ്പേ? അതിനിപ്പോ ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ആൻറ്റി. ഒന്നും ഉണ്ടായില്ലല്ലയോ? എന്റെ കർത്താവേ, ഇത് കൂടുതൽ ഇനി എന്നാ ഉണ്ടാവാനാ? ലോറ, നിനക്കറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇലക്ട്രയ്ക്ക് മനസ്സ് കെട്ടിരിക്കുക. എന്ത്? ഇലക്ട്രിക്ക്? ഇലക്ട്രയ്ക്ക് ഭ്രാന്താണെന്ന്. ഭ്രാന്ത്. ഇലക്ട്രയെ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ അവളെ നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കും. ആൻറ്റി എന്തുവായി പറയുന്നേ? ലോറ, നീയാ കൂടുതൽ സൂക്ഷിക്കണ്ടേ. അവള് എന്റെ മോനെ നശിപ്പിക്കും. എഡ്വിനെ നിനക്ക് വിട്ടു തരത്തില്ല. അവിടെ മനസ്സിൽ എന്തുവന്ന് കർത്താവിനെ അറിയത്തുള്ളൂ. അവളെ ഇന്നലെ മുതൽ പറയുന്ന എന്തുവാന്നറിയോ നിനക്ക്? പപ്പായെ വിഷം കൊടുത്ത് കൊന്നയാ ഞാനെന്ന്. എന്റെ വിധി. അതുപോട്ടെ, പക്ഷെ എന്റെ മോനെ അവൾ എനിക്കെതിരെ തിരിക്കും. നിനക്ക് മാത്രമേ അവനെ രക്ഷിക്കാനൊക്കത്തുള്ളൂ. നോക്ക്,
ഞാൻ പറയുന്ന പോലെ ചെയ്യ് നീ. വാ, നീ നിന്റെ ഇച്ചായനെ വിളിക്കേ. എന്നിട്ട് പീറ്ററിനോട് പറയണം ഇലക്ട്രാക്ക് എടുത്ത് എഡ്വിനെ തനിച്ചാക്കരുതെന്ന്. ഇവിടെ വരുന്നവരെയും അവനെ സൂക്ഷിക്കാൻ പറയണം പീറ്ററിനോട്. വിളിക്കേ, വേഗം വിളിക്കേ. അല്ലെങ്കിൽ അവൾ എൻ്റെ നിന്റെയും ജീവിതം തൊലയ്ക്കും. ലോറ, നീ വിളിക്കേ വേഗം. ഹലോ 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 ഇച്ചായ, ഞാനാ ലോറ. ആ പറയേ. ഹലോ ഹലോ ഇച്ചായ, ഡയന ആന്റി പറഞ്ഞിട്ട് വിളിക്കുവാ. ഹലോ ഹലോ ഒന്ന് ഹോൾഡ് ചെയ്യ്. ലൈൻ ക്ലിയർ അല്ല. ഇപ്പൊ തന്നെ നേരം വൈകി. ഡോണ്ട് വറി, എയർലൈൻ പലപ്പോഴും ലേറ്റ് ആയിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചു പറഞ്ഞാ വിൽ ബി ദെയർ ഓൺ ടൈം. എന്ത് പറ്റി പീറ്റർ? ലോറയെ വിളിച്ചേ? ആ, അടക്കത്തിൻ്റെ ചില കാര്യങ്ങൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു. ഇലക്ട്ര, ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറിൽ നമ്മളവിടെ എത്തും. അതിനു മുമ്പേ ഇലക്ട്രാക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ചുമ്മായിരിക്കും. എന്നാലും ഇലക്ട്രാക്ക് എന്നോട് ഏതാണ്ടോ പറയാനുണ്ടെന്നൊരു തോന്നല്. എന്തുകൊണ്ടേലും ഇലക്ട്രാക്ക് എന്നോട് പറയാം. ചെറുപ്പം മുതൽ ഇലക്ട്രയുടെ ഇഷ്ടം നോക്കുന്നതായിരുന്നു എൻ്റെ ഇഷ്ടം. ഒന്നിച്ച് കളിക്കുമ്പോൾ ഇയാൾ ജയിക്കാൻ വേണ്ടി ഒത്തിരിയും തോറ്റു തന്നിട്ടുണ്ട് ഞാൻ. ഒന്നുമില്ല അല്ലയോ? മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. മരിച്ചവരുടെ ന്യായാധിപനും സകലാത്മാക്കളുടെയും ജനങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിധി നിശ്ചയിക്കുന്നവനും മരണം മുഖേന അതിനഴിച്ചു വാചകളയും ചെയ്യുന്നതയാവരനായ കർത്താവേ, ഞങ്ങളോട് കൂട്ടായിരിക്കണമേ. ആമേൻ. ആണ്ട നോക്കിയാട്ടെ, ഇച്ചിരി നേരം ഒന്ന് ശമിച്ച് നിന്നെയാ, പിന്നെയും കിഴക്കൂന്ന് കോളും കൊണ്ട് വരുക. ഈ എരണം കെട്ട മഴ വല്ല കെടുതിയും വരുത്തി വെച്ചേ പോകത്തുള്ളൂ. ആണ്ട വടക്കേപ്പുറത്തെ ജനാലയം തുറന്നിട്ടേക്കുവാ. എടി കൊച്ചേ, വാ അടച്ചേച്ചും വരാം. വരുവാ. ലോറ, നീ പോവല്ലേ. നീ വേണം എൻ്റെ അടുത്ത്. എന്തുവാ ആന്റി? എനിക്ക് പേടിയാവുന്നു ലോറ. ആന്റി, ആരോ എന്തോ എൻ്റെ ചെവിയില് പറയുന്ന എൻ്റെ കൂട്ട്. ആന്റി ഇച്ചിരി നേരം ഒന്ന് കിടന്നേ. കിടക്ക്. അവൻ എപ്പോഴാ എത്തുന്നേന്നാ? ഇപ്പൊ ഇങ്ങ് എത്തും. ഇങ്ങ് വേഗം വന്നാ മതിയായിരുന്നു. ഒരു 1.5 മണിക്കൂർ അതിനുള്ള എഡ്വിനിങ് എത്തും. ആന്റി ഇത്രയും തഞ്ചം കൂട്. ഹലോ ഹലോ, എന്തുവാ വണ്ടി വരെ വൈകുന്നേ? വണ്ടി പറഞ്ഞു വിട്ടായിരുന്നോ? എവിടുന്നാ വണ്ടി വരുന്നേ? ഹലോ, ബ്രേക്ക് ഡൗൺ ആയ സ്ഥലം പറഞ്ഞ് ഓർമ്മ കാണൂല്ലല്ലോ. ആന്നു പുത്തൻ റോഡിൽ നിന്ന് ഇച്ചിരി വന്നാൽ മതി. കഷ്ടി 1 കിലോമീറ്റർ കാണത്തില്ല. റൗണ്ട് അബൌട്ടിനടുത്തായിട്ടാ. നേരെ വന്നാൽ മതി. സൈഡിൽ പാർക്ക് ചെയ്തിട്ടുള്ള കാണാം.
സ്റ്റാർട്ടാവുന്ന ഒന്നില്ല. ഇനി വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരേണ്ടി വരും. അല്ല, നിങ്ങൾ വഹിക്കണ്ട. നിങ്ങൾ പോകാനെ കൊണ്ടൊരു ടാക്സി വിളിച്ചിട്ടുണ്ട് ഞാൻ. അതിപ്പോൾ എങ്ങെത്തും. അല്ല, നിങ്ങൾ വഴി താമസിച്ചാൽ അത് ശരിയാവത്തില്ല. ഇനിയും എത്രയ്ക്കും വേണ്ടി ദൂരമുണ്ട് പീറ്റർ? കുറഞ്ഞ ഒരു 1.5 മണിക്കൂർ അത്രേ ഉള്ളൂ. പിന്നെ ഈ മഴയും കൂടെ വന്നാൽ. അല്ല, നിങ്ങൾ വിഷമിക്കണ്ട. അടുത്തുള്ള സ്റ്റേഷനിലോട്ടാണ് വിളിച്ചത്. വണ്ടി ഇപ്പം ഇങ്ങെത്തും. അവർ വണ്ടി പറഞ്ഞു വിട്ടേ. ആ, ഇങ്ങ് എത്തിന്നാ തോന്നുന്നേ. ആ എക്ട്രായേ, എന്നാ പിന്നെ വിത്തോട്ട് കയറിയട്ടെ. ഞാനിത് നന്നാക്കിയേച്ച് വന്നേക്കാം. ആ, ടൈഫോയിഡ് വിട്ടുമാറിയാലും സൂക്ഷിക്കണം. ചാറ്റിൽ കൊള്ളല്ല. ഇലക്ട്ര, പിന്നെ എഡ്വിൻ മനസ്സിട്ട് നിൽക്കുക. അവൻ ശ്രദ്ധിക്കണം, സൂക്കേടുണ്ട്. അവനോടെല്ലാം സമാധാനമായിട്ട് സംസാരിക്കണം. അവനെ അറിയാമല്ലോ, മരണ വീട്ടിൽ ചെല്ലുമ്പോഴും അവന് വല്ലാഴിക വരില്ല. ഇലക്ട്ര വേണത് നോക്കാൻ. മനസ്സിലായോ? എന്നാ ശരി. ആ, പോയിക്കോ. ജാഫ്നയിൽ നിന്ന് പോകുന്ന വഴി മുഴുവനും ഈ നശിച്ച മഴയായിരുന്നു. അതുമാത്രം ആരെയാ കൊല്ലുന്നതെന്ന് അറിയാൻ വയ്യ. നമ്മുടെ എസ്റ്റേറ്റിലെ ക്യാമ്പ് ഷെഡിൽ കരിഞ്ഞതും പുകഞ്ഞതുമായിട്ട് 13 ശവങ്ങളാണ് അവർ കണ്ടെടുത്ത്. പുലികളുടെ. ഒടുക്കം പനി കൂടിയപ്പോഴാണ് നമ്മുടെ മാനേജർ എന്നെ കൊളംബോയിലേക്ക് മാറ്റിയേ. ഉറങ്ങാൻ പറ്റത്തില്ല. കണ്ണടഞ്ഞ ശവങ്ങളാണ് കാണുന്നത്. ഒരു മുഖം പോലും പരിചയമില്ലേലും ഉറക്കത്തിൽ അവരെ അറിയാവുന്നതിൻ്റെ കൂട്ടാ. കൊല ചെയ്യപ്പെട്ട മുഖങ്ങൾ കാണുമ്പോൾ അങ്ങനെ. പക്ഷേ എഡ്വിൻ, കൊല ചെയ്യപ്പെട്ട ആൾ ഒത്തിരിയും വേണ്ടപ്പെട്ടാണെങ്കിലോ? എഡ്വിൻ, നേരാ ഞാൻ പറയുന്നത്. നമ്മുടെ പപ്പ കൊല ചെയ്യപ്പെടുകയായിരുന്നു. നിന്നോട് താരാ പറഞ്ഞേ? പപ്പ മരിക്കുന്നതിന് 1 നിമിഷം മുന്നേ